ഇന്നത്തെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ശരിക്കും റിയാസ് കാണിച്ചൊരു തെണ്ടിത്തരം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ടവരൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അഭിരാമിന്റെ എവിക്ഷൻ വന്ന സമയത്ത് രഞ്ജിനിയും അഖിൽമാരാറും കൂടി അഭിരാമിന്റെ കേസിൽ കൺവിൻസ്ഡ് ആയിട്ടും റിയാസ് കൺവിൻസ്ഡ് ആയില്ല. എന്തുകൊണ്ട്? അഭിരാമ് LGBTQ സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തി ആയതുകൊണ്ട്. എൻ്റെ പൊന്ന് റിയാസിനോടൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതോടുകൂടി ഒരു ഭയങ്കര ഒരു അമർഷമായിട്ട് മാറി. LGBTQ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തതും ഒരാളുടെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അപ്പൊ ആ ഒരു വ്യക്തിപരമായ കാര്യത്തിനെ അയാളെ സേവ് ചെയ്യാൻ വേണ്ടി, അയാൾ അതിനകത്ത് കൺവിൻസ് ആവാൻ വേണ്ടി വീണ്ടും അവിടെ നോട്ട് കൺവിൻസ്ഡ് പറയൂ, നിങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാമോ എന്നൊരു ലെവലിൽ റിയാസ് അവിടെ ഇൻഡയറക്റ്റ് ആയി ഒരു ഗെയിം കളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വിച്ച് വാസ് വെരി 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 തെണ്ടിത്തരം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സത്യം മക്കളെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവിടെ അഭിരാമിനത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്താ റിയാസ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ LGBTQ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ലെവലിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കൊടി എൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചാലേ ഞാൻ സേവ് ആവത്തുള്ളൂ എന്നുള്ള ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് റിയാസ് കിടന്ന് കാണിക്കുന്നതെന്ന് അഭിരാമിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവിടെ അഭിരാമ് കാണിക്കുന്നതും എന്താണ്? അവസാന നിവർത്തിയില്ലാതെ അതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന ലെവലിലാണ്. അവിടെ വേറൊരു സംസാരങ്ങളും നടക്കുന്നില്ല. ഇത് നമ്മൾ ആ എപ്പിസോഡുകൾ 1 മുതൽ 6 വരെ കണ്ട അരിയാഹാരം തിന്നുന്നവന് മനസ്സിലാവും റിയാസ് എന്തുകൊണ്ടാണ് ആ സമയം പച്ചക്കൊടി കാണിച്ച് കൺവിൻസ്ഡ് ആവാതെ നിന്നതെന്ന്. രഞ്ജിനി ആ സമയത്ത് റിയാസ് ഇങ്ങനെ തോണ്ടുന്നുണ്ട്, റിയാസ് കാണീര് എന്നുള്ള ലെവലിൽ തോണ്ടുന്നുണ്ട്. എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. എന്നിട്ട് റിയാസ് അവിടെ അങ്ങനെ അനാവശ്യം വെറും തെണ്ടിത്തരം, പോക്കിരിത്തര വേല എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, റിയാസ് LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനും LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അവർക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്. അവർ എല്ലാവരും പോയി അവർക്ക് ദ്രോഹം ചെയ്യുന്ന ആൾക്കാരല്ല. ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ മനസ്സ് മനസ്സിലാക്കുന്നില്ല? ചിലർക്ക് 2 ജെൻഡറേ ഉള്ളൂ, അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, അങ്ങനെ മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ ചിലർക്ക്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നവരുടെ ഇടയിൽ ഇത് നമ്മൾ ഒരാൾ അടിച്ചേൽപ്പിച്ച് ABCD പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാനുള്ളൊരു കാര്യമല്ല. അവരുടെ മൈൻഡ് കൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ LGBTQയിലുള്ള ഒരാളെടുത്ത് നിങ്ങൾ LGBTQനോട് ഒത്തിരി സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, LGBTQയിലുള്ള ഒരു ഗേ ആയിട്ടുള്ള ഒരു പേഴ്സണോട് ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പറഞ്ഞാൽ അയാളെ കൊണ്ട് പറ്റുമോ? അയാളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ അടിച്ചമർത്താൻ നോക്കിയാൽ പറ്റുമോ? പറ്റൂല. കാരണം ആ വ്യക്തിയോട് ഫീലിങ്സ് വേറൊരാളോട് തോന്നത്തുള്ളൂ. ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുപോലെ തന്നെ ചിലർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുകയും ബാക്കിയുള്ളതെല്ലാം ഇത് എങ്ങനെയാന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിൽ മാറുകയും ആ കൺഫ്യൂഷൻ കാരണം അതിന്റെ എൻഡ് എത്തുമ്പോൾ അവരതിന്റെ വിരോധിയായിട്ട് മാറുന്നതുമാണ്. അല്ലാതെ ഈ LGBTQ ആയിട്ടുള്ള എല്ലാവരും അവരെ ഉപദ്രവിക്കാൻ പോകുന്നവരല്ല. അവർക്ക് അതിനോട് വിയോജിപ്പുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ റിയാസ് എടുത്ത് അവരെ അതിന് സപ്പോർട്ട് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് സേവ് ആവാൻ പറ്റുള്ളൂ എന്നൊരു ലെവലിൽ വളച്ചൊടിച്ചൊരു ഗെയിം ആക്കി മാറ്റിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ അഗെയിൻ പറയുന്നു, വിച്ച് ഈസ് വെരി 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 തെണ്ടിത്തരം. അവിടെ അഭിരാമ അവസാനം നിവർത്തിയില്ലാതെ സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഇൻഡയറക്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അഭിരാം അതിന് സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ അഭിരാമിനോട് നിലപാടില്ലാതെയായിട്ട് മാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അഭിരാം LGBTQ ആണെങ്കിൽ എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് അഭിരാമിന് പറയായിരുന്നു. എന്നെ ഞങ്ങൾ ഔട്ടാക്കണമെങ്കിൽ ഔട്ടാക്കിയെന്ന് അഭിരാമിനോട് നാട് കൊണ്ടാടുമായിരുന്നു, അങ്ങനെ ഒരു ഇത് വന്നിരുന്നെങ്കിൽ. പിന്നെ അഗ്നിപരീക്ഷ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, ഇന്നത്തെ നല്ല എപ്പിസോഡ് 1 ഒഴിച്ച് 2, 3, 4, 5 ഇന്ന് 6 എല്ലാം പരമ ബോറാണ്. ഇനി എങ്ങനെ ഇതിനകത്ത് 21 ദിവസം കാണും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയും ഉണ്ട് 15 ദിവസം അല്ലേ. എങ്ങനെ ഇത് കണ്ടിരിക്കും എന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മേക്കേഴ്സിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അഗ്നിപരീക്ഷയുടെ അർത്ഥം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ, അതോ ഇവനിനി സ്റ്റാർ മാജിക് സീസൺ 2 ആണോ നടത്തുന്നത്, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്ര ലോ ക്ലാസ് ലെവലിലെ ടാസ്കുകൾ നടത്തി അതിനകത്ത് നിന്നാണ് ആൾക്കാരെ പിടിച്ച് എവിക്റ്റ് ആക്കി വിടുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കൊരു പിടിയുമില്ല. ഇവരുടെ എവിക്ഷനും എലിമിനേഷനും എല്ലാം നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കാനുള്ളത്, നിങ്ങൾ ഒരാളെ അവിടെ എവിക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും കടുകട്ടിയായിട്ടുള്ള ഒരു ടാസ്ക്, അവരുടെ പെർഫോമൻസ്, അവരുടെ കഴിവ്, അവരുടെ വേഗത, അവരുടെ ഉള്ളിലെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവരുടെ എല്ലാം
എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റിയ അഗ്നി പരീക്ഷ, അത്രയും വലിയ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിട്ട് വേണമായിരുന്നു, ഇന്ന ആൾ ഈ ടാസ്കിന് ആപ്റ്റല്ല, അല്ലെങ്കിൽ ഇന്ന ആളുടെ പെർഫോമൻസ് ഓക്കെ അല്ല, ആളുടെ പേഴ്സണാലിറ്റി ശരിയല്ല, എവിക്റ്റഡ് ചെയ്തിരുന്നെങ്കിൽ ദിസ് ഷോ വിൽ ബി സൂപ്പർ ഹിറ്റ്. പക്ഷെ ഇപ്പം എന്താ കിടക്കണേ? സത്യം പറയാലോ, റിവ്യൂ ചാനൽസിന് റീച്ചില്ല, പ്രൊമോസിന് റീച്ചില്ല. ഇത് തുടങ്ങിയെന്ന് പോലും പലർക്കും അറിഞ്ഞിട്ട് അവരെല്ലാവരും കളഞ്ഞ്. ഞാൻ പിന്നെ ഇത് റിവ്യൂ ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ പൊന്നു മക്കളെ കാണുന്നത്. എന്തോരം ഹൈപ്പായിരുന്നു, എന്തോരം പ്രൊമോഷനായിരുന്നു എൻ്റെ പൊന്ന് മലയാളം ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ്. ദയവ് കരുതി നിങ്ങൾ അടുത്ത വർഷം ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കരുത്. നമുക്കിത് കാണാൻ വയ്യ. നിങ്ങൾ തെലുങ്ക് കണ്ടിട്ടായിരിക്കും മലയാളമായി അഡാപ്റ്റേഷൻ കൊണ്ടുവന്നത്. വേണ്ട, സഹിക്കാൻ വയ്യാത്തോണ്ടാ. തമിഴൊക്കെ ഓരോരുത്തരെയും വിളിച്ച് സ്പെഷ്യലായിട്ട് അവിടെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അതൊക്കെയാണ് അഗ്നിപരീക്ഷ. ഇതൊരിക്കലും ഒരു അഗ്നിപരീക്ഷയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വല്ലപ്പോഴും വല്ല ബോധം ഉള്ളത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ബോറാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പൂട്ടിക്കെട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇന്ന് 4 പേര് വീണ്ടും എവിക്റ്റാക്കി. ഈ 5 വിരലിലും മോതിരം ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവൂല. ഒരെണ്ണത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തിളങ്ങി നിൽക്കും. 5 എണ്ണത്തിലൂടെ ഇടുമ്പോൾ കോമാളിയാവും നമ്മൾ. അപ്പോൾ അതുപോലെ ഇപ്പം എല്ലാ ദിവസവും ഡേ 1 ഉം 2 ഒഴിച്ചാൽ 3, 4, 5, 6 ഈ 4 ദിവസവും എവിക്ഷൻ ഉണ്ടായത്. ഇപ്പം എല്ലാ ദിവസവും എവിക്ഷൻ ആകുമ്പോൾ കാണാൻ ത്രില്ലൊന്നുമില്ല, ഉള്ളത് പറയാലോ. എന്നാലും ഇപ്പം 3-4 പേര് ഇന്നിപ്പോൾ പോവും, ഇന്നിപ്പോൾ നല്ലോണം കളിച്ചവർ നാളെ പോവും, അങ്ങനെ. അതുകൊണ്ട് ഇതിന് വലിയ ത്രില്ലൊന്നുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണില്ല. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഓഗസ്റ്റ് 20 എപ്പിസോഡ് 6 റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മോളിലേക്ക് മീഡിയയിലോട്ട് ആദ്യമായി ഇടിച്ചു കയറി വന്നവർക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. യൂട്യൂബിലോ എഫ് ബിയിലോ ഇൻസ്റ്റയിലാണോ വീഡിയോ കാണുന്നെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. സോ അങ്ങനെ ചെയ്യുക. ദെൻ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്ക്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ 4 ടീമായിട്ട് തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് 4 ടീമായിട്ട് തിരിക്കണേ? ഇഷ്ടമുള്ള പോലെ ആയിക്കോ. റനീഷയുടെയോ അഖിൽമാരാറിൻ്റെയോ രഞ്ജിനിയുടെയോ റിയാസിൻ്റെയോ എങ്ങോട്ട് വേണോ വയ്ക്കോ. പക്ഷേ ഇന്നലെ അഗ്നിപരീക്ഷയുടെ ഇൻഫിനിറ്റി പെൻഡന്റിൻ്റെ പവർ യൂസ് ചെയ്യാൻ പറ്റാത്ത തോറ്റ ടീമിലെ ക്യാപ്റ്റൻസ് ആയിരുന്ന ഷിൻജിത്ത്, അതുപോലെ രചന, ഇവർക്ക് 2 പേർക്കും ഇന്ന് സ്പെഷ്യൽ പവർ ഉണ്ട്. ഇന്നലെ ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളവർക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയ പവേഴ്സ്, പക്ഷെ ഇന്ന് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും പവേഴ്സ്. ഇന്നലെ നമ്മുടെ ഷിജുവും പ്രവീണുമാണ് അവിടെ പവർ യൂസ് ചെയ്തിരുന്നത്, ലാസ്റ്റ് അല്ലേ, ഒരാളെ കൂടി അങ്ങോട്ട് വലിച്ചിടാനായിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഇവർക്ക് പവർ യൂസ് ചെയ്യാം. എങ്ങനെയാണ്? നിങ്ങൾക്ക് ആരുടെ ടീമിൽ പോകണോ ആ ടീമിൽ ഇപ്പം എല്ലാവരും ഫുൾ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം. ഇതാണ് അവരുടെ പവർ. ഇത് വലിയ പവറാണ് കേട്ടോ. ഈ 4 പേരുടെയും ടീമിൽ വന്നാലും നമ്മൾ കളിച്ചാലേ നമുക്കവിടെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര പവറാണ് ഇൻഫിനിറ്റി പെൻഡന്റ് എന്ന് പറഞ്ഞാൽ. ഇൻഫിനിറ്റി പെൻഡന്റിന്റെ പവർ കേൾക്കണം. അങ്ങനെ രഞ്ജിനിയുടെ ടീമിലുള്ള റൈബിനെ റീപ്ലേസ് ചെയ്ത് റനീഷയിലോട്ട് ആക്കിയിട്ട് നേരെ അങ്ങോട്ട് വരുന്നു. ഷിൻജിത്ത് നേരെ റനീഷയിൽ ബാക്കി സ്പേസ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് തന്നെ പോവുകയാണ്. അടുത്ത് എൻ്റെ പൊന്നേ കഥ പറച്ചിൽ ടാസ്കിൻ്റെ മറ്റൊരു വെർഷൻ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ വെച്ചുകൊണ്ടൊരു ടോപ്പിക്ക് തരും, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ലൊലിറ്റ, ഷാമോ, ഷിബിന, ഷാമോൻ, ജെറ്റി, രാകേഷ്, ഇവർ 6 പേരെയാണ് വിളിച്ചത്. ഞാനിത് കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിനിപ്പോൾ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും കേട്ടോ പൂരം എന്ന് ഞാൻ കരുതിപ്പോയി. കാരണം ഇതിൻ്റെ ബേസിസിലായിരിക്കും ഇനി എവിക്ഷൻ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു ഒന്നിപ്പോൾ ഇവരുടെ ടാസ്ക് പറഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ബേസിസിൽ അങ്ങനെ ഔട്ടാക്കി വിടുമോ? കാരണം ഇവരുടെ സ്വഭാവം അതാണല്ലോ. അതിനുശേഷം അന്താരാഷ്ട്ര ഗെയിമായ ഒളിമ്പിക്സും ഫിഫയൊക്കെ നടക്കുന്ന പോലെ തന്നെ അടുത്ത് അന്താരാഷ്ട്ര ഗെയിമായ കുപ്പി പറക്കലാണ്. കുപ്പി പറക്കൽ ഗെയിം നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാകും. ബിഗ് ബോസിനകത്ത് ഇതിൻ്റെ പല വെർഷൻസും വന്നിട്ടുണ്ട്. 3 പ്രൊട്ടക്ടേഴ്സും 4 അറ്റാക്കേഴ്സുമായിട്ട് 2 ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് എന്താ പറയുക, കുപ്പികൾ തന്നിട്ടുണ്ട്. കുപ്പികൾ പറക്കി യഥാസ്ഥലത്ത് വെക്കുക. ബോർഡേഴ്സ് ഉണ്ട്. ഓപ്പോസിറ്റ് നിന്ന് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്പോസിറ്റേക്ക് എറിഞ്ഞ് ബാക്കിയുള്ളവരുടെ ബോട്ടിലുകൾ വീഴ്ത്തുകയും നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും വേണമെന്ന് പറയുന്നു. അതിനകത്ത് നല്ല രീതിയിലാണ് എല്ലാവരും കളിക്കുന്നത്. അതിനകത്ത് നമ്മുടെ രചനയ്ക്കും ഷിംജിത്തിനും ഇവരുടെ 2 പേരുടെയും ടീംസിന് ആദ്യം രചനയുടെയും ടീമും അതായത് അഖിൽമാരാറുടെയും രഞ്ജനിയുടെയും ടീം തമ്മിലാണ് ഫസ്റ്റ് കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രചനയുണ്ട്. അപ്പോൾ രചനയുടെ ഇൻഫിനിറ്റി പെൻഡന്റിന്റെ പവർ എഗെയിൻ രചനയ്ക്ക് കിട്ടുന്നു. എന്താണ്? 10 സെക്കൻഡ് എക്സ്ട്രാ തുടക്കത്തിലെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ ഒരു പവർ കൊടുക്കുന്നത് നിതിനെന്ന് വിശാഖിനാണ്. വിശാഖ് വളരെ സൂപ്പറായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് തന്നെയാണ് അതിനകത്ത് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ അതിനകത്ത് കഴിഞ്ഞ് ആ ടാസ്ക് കഴിയുമ്പോൾ രഞ്ജിനിയുടെ ടീമാണ് വിജയിക്കുന്നത്. ആ ടീമിനെ അവർ വെറുതെ വിട്ടിട്ട് ഇവർ ആ ടീമിനെ വെറുതെ വിടുന്നൊന്നുമില്ല. അതായത് ഇന്നലെ നമ്മുടെ മൊത്തം ടീംസിനെ
അതായത് ടീം മെമ്പേഴ്സിൽ തോറ്റ ടീമിൽ നിന്നും വേസ്റ്റ് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ജയിച്ചവരും തോറ്റവരും അങ്ങനെ ഒന്നുമില്ല. ഞാൻ അത് ആലോചിക്കുന്നത്, ഈ ടാസ്ക് ജയിച്ചത് കൊണ്ട് എന്താണ് അവർക്കൊരു ഗുണം? എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. കാരണം ജയിച്ചവരായാലും തോറ്റവരായാലും ഇന്നിപ്പം ഔട്ട് ഹൗസിൽ പോകാനായിട്ട് അവർ ജഡ്ജസ് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. സോണി, സോന, അഭിരാമ, സാബിറ, റിജോ എല്ലാവരും നന്നായിട്ട് ആ ടാസ്കിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒന്നാമത് കട്ട് പീസസ് ആണ് കാണിക്കുന്നത്. അവിടുത്തെ കട്ട്, ഇവിടുത്തെ കട്ട്, ആ കട്ട്, ഈ കട്ട് അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടിയാണ് ഇവരിങ്ങനെ ഇത്രയും പേര് ഔട്ട് ഹൗസിൽ വിട്ടിട്ട് ഇൻഫിനിറ്റി പെൻഡന്റ് വിശാഖിനും ഷിജിനും കൊടുക്കുന്നു. ഷിജിന് കൊടുത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. വിശാഖിന് കൊടുത്ത കാര്യം എനിക്ക് പിടികിട്ടി. ഷിജിന് എന്തിനാണ് കൊടുത്തത് അറിഞ്ഞൂടാ. കാരണം ഇനി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം മൊത്തം കട്ടാണ്. അവിടെ കാണിക്കുന്നു, ഇവിടെ. കാരണം ഈ ഇത്രയും പേരെ കാണിക്കണ്ടേ? ഒരു ടാസ്ക് ഒക്കെ നടക്കണം, നിങ്ങൾ കാണാം. 1 മിനിറ്റ് തന്നെ പോകത്തില്ല. അതിന് മുന്നേ ടാസ്ക് കാണിച്ച് തീർക്കും. ദെൻ അടുത്ത ടീം വരുന്നു. റിയാസിൻ്റെയും അതുപോലെ റനീശ്വരൻ ടീമുകൾ തമ്മിലാണ്. അതിനകത്ത് നമ്മുടെ ഷിംജിത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളതുകൊണ്ട് അവർക്ക് 10 സെക്കൻഡ് എക്സ്ട്രാ കിട്ടുന്നു. ഷിജുലാലാണ് അതിനകത്ത് കളിക്കുന്നത്. അവിടെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന എൽദോ ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. എൽദോ ഡയറക്റ്റ്ലി ഡിസ്ക്വാളിഫൈ ആൻഡ് ഔട്ട് ഹൗസിലോട്ട് പോകുന്നു. എൽദോ, ഷിൻജിത്ത്, ഷിജുലാൽ, ജെറ്റി ഇവർ ഇത്രയും പേരുമാണ് അങ്ങോട്ട് പോകുന്നത് ഔട്ട് ഹൗസ്. അവിടെ ഇൻഫിനിറ്റി പെൻഡന്റ് ഷിബിനയ്ക്കും അഫിയാനാസിനുമാണ് കിട്ടുന്നത്. എന്ത് കോപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്കാ പാർഷ്യാലിറ്റിന്നോ സ്ക്രിപ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. എലിമിനേഷൻ റൗണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. 3 ജഡ്ജസും കൺവിൻസ്ഡ് ആകണം. പ്ലക്കാർഡൊക്കെ പൊക്കിയിട്ടുള്ള ഒരു രീതിയായിരുന്നു. അതിനകത്ത് പ്രവീണിൻ്റെ കേസിൽ 3 പേരും പ്ലക്കാർഡ്, ഓരോരുത്തരെയും എന്തുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കാൻ യോഗ്യനാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് കൺവിൻസ്ഡ് ആൻഡ് നോട്ട് കൺവിൻസ്ഡ് കാണിക്കേണ്ടത്. പ്രവീൺ എല്ലാവരും ഉത്തരം കൊടുക്കുന്നുണ്ട്. പ്രവീണിൽ കൺവിൻസ്ഡ് ആവുന്നു. ഷിജുവിൽ 3-ൽ 3 കൺവിൻസ്ഡ് ആവുന്നു. സോണി വരുമ്പോൾ ആരും കൺവിൻസ്ഡ് അല്ല. സോണി എവിക്റ്റഡ്. ദെൻ അഭിരാം വരുമ്പോഴാണ് രഞ്ജിനിയും അഖിൽമാരാറും കൺവിൻസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ റിയാസ് ഐ ആം നോട്ട് കൺവിൻസ്ഡ് എന്ന് പറയുമ്പോൾ രഞ്ജിനി തോണ്ടിയിട്ട് എന്താ എന്നിങ്ങനെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് റിയാസ് ഈ സ്ട്രാറ്റജിക്കലി, ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്, ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല, ഇൻഡയറക്റ്റായിട്ട് LGBTQ റിയാസ് അഭിരാമിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിക്കുന്ന ലെവലിൽ വരെ എത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺവിൻസ് ആയിട്ട് വിടുന്നത്. അഭിരാമിന് അത് മനസ്സിലാവുന്നതുകൊണ്ട് വിച്ച് വാസ് എ വെരി തെണ്ടിത്തരം ഗെയിം. ആൻഡ് സാബിറയുടെ കേസിൽ കൺവിൻസ്ഡ് ആകുന്നില്ല, എവിക്റ്റഡ്. എൽദോയുടെ കേസിൽ 3-ൽ 2 പേര് കൺവിൻസ്ഡ് ആവുന്നുണ്ട്, റിയാസ് ആവുന്നില്ല. 2 പേര് കൺവിൻസ്ഡ് ആയതുകൊണ്ട് എൽദോ സേഫാണ്. ദെൻ റിജോയുടെ കേസിൽ 3 കൺവിൻസ്ഡ് അല്ല, എലിമിനേറ്റഡ്. ഷിൻജിത്തിന്റെ കേസിൽ ആദ്യം 2 പേരെ കൺവിൻസ്ഡ് ആവുന്നുള്ളൂ, പിന്നെ ഒരാൾ കൂടി ആദ്യം അഖിൽമാരാർ മാത്രമേ കൺവിൻസ്ഡ് ആവുന്നുള്ളൂ, പിന്നെ രഞ്ജിനി കൂടെ ഓക്കെ പറഞ്ഞ ഒരു വിധം ഷിൻജിത്ത് സേവ് ആവുകയാണ്. അവസാനം സോനയും ജെറ്റിയും വരുന്നുണ്ട്. അതിനകത്തുനിന്ന് സോനയായിട്ട് അവർ കൺവിൻസ്ഡ് ആയിട്ട് ജെറ്റിയെ എവിക്റ്റ് ആക്കുവാണ്. അങ്ങനെ ഇന്നത്തെ എവിക്ഷൻസ് സോണി, സാബിറ, റിജോ, ജെറ്റി ഇവർ 4 പേരുമാണ്. ഇനി ബാക്കി 24 പേരാണ് കളിയിൽ ബാക്കിയുള്ളത്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടിക്കെട്ടി തീർന്നാൽ മതി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാനിരിക്കുന്നത്. റിവ്യൂ ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കണ്ട് പറയുന്നത്. കാരണം അത്രയ്ക്ക് പരമ ബോറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം തോന്നിവാസത്തിന് ഗെയിം നടത്തുന്നു, നിസാര നഴ്സറി ഗെയിം, കൊളങ്കര, സാറ്റ് കളി, അതൊക്കെ ഇനിയിപ്പോൾ മിക്കവാറും വരുമായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ ബേസിസിലാണല്ലോ ഇവിടെ എവിക്ഷൻ നടത്തുന്നത്. അഗ്നി പരീക്ഷയാണ് അല്ലേ? അഗ്നി പരീക്ഷ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നഴ്സറി പരീക്ഷ എന്നോ സ്റ്റാർ മാജിക് പരീക്ഷ എന്നോ ഒക്കെ ഇടതട്ടിക്കൊണ്ട് പരീക്ഷ, അത്രേ ഉള്ളൂ. വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ പറയും. അപ്പോൾ ബൈ.